ISLലെ ചരിത്രത്തിലെ തന്നെ വേഴ്സ്റ്റ് അവർ സ്റ്റാർട്ടാണ് നമുക്ക് ഇത്തവണ ലഭിച്ചത്. 6 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ 5 പരാജയവും 1 സമനിലയുമാണ് നമുക്ക് നേടാനായത്. ISLന്റെ പ്രതിസന്ധി മൂലം പ്രധാന വിദേശ താരങ്ങളെ നഷ്ടമായതും അവർക്ക് പകരം എത്തിയവർ പ്രതീക്ഷിച്ചതുപോലെ ഉയരാത്തതും ഇതിന് കാരണമായി എന്ന് വേണമെങ്കിൽ പറയാം. ഒപ്പം ചില ഇഞ്ചുറികളും നമുക്ക് തിരിച്ചടി ആയിട്ടുണ്ട്. ഒടുവിൽ പരിശീലകനായിരുന്ന ഡേവിഡ് കാറ്റാലയെ പുറത്താക്കി പകരം ആഷ്ലി വെസ്റ്റ്വുഡിനെ നമ്മൾ കൊണ്ടുവരികയും ചെയ്തു. വെസ്റ്റ്വുഡിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ റെലഗേഷൻ ബാറ്റിൽ ചെയ്യുന്ന നമ്മളെ അതിൽ നിന്ന് കരകയറ്റുക എന്നത് തന്നെയായിരിക്കും പ്രധാന ലക്ഷ്യം. അതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല. വേണമെങ്കിൽ ഏറ്റവും ഉയർന്ന പൊസിഷനിൽ ഫിനിഷ് ചെയ്യാൻ ശ്രമിക്കാമെന്നൊക്കെ പറയാം. ഇപ്പോഴത്തെ സീസൺ സ്പെഷ്യൽ സീസൺ ആയതുകൊണ്ട് തന്നെ സീസൺ കഴിയുമ്പോൾ നിരവധി താരങ്ങളുടെ കരാറുകൾ അവസാനിക്കാനിരിക്കുകയാണ്. അവരിൽ ചിലരെയൊക്കെ നിലനിർത്താനുള്ള ശ്രമങ്ങൾ വേണമെങ്കിൽ ആരംഭിക്കാം. പിന്നെ ചില താരങ്ങളെയൊക്കെ സ്പെഷ്യലി ഈ സീസണിന് വേണ്ടി കരുതി മാത്രമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അവർ ഈ സീസൺ കഴിയുമ്പോൾ ക്ലബ്ബ് വിടുമെന്നുള്ളത് ഒഴിവാക്കാനാവാത്ത കാര്യമാണ്. എന്തായാലും മാനേജ്മെന്റ് അടുത്ത സീസണിന് വേണ്ടി കരുതി ചില നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് ചില റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. നമ്മുടെ വിദേശ താരങ്ങളിൽ നിലനിർത്തി കളയാമെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രകടനമൊന്നും അധികം ആരും ഇതുവരെ കാഴ്ചവെച്ചിട്ടില്ല എങ്കിലും കുറച്ച് മത്സരങ്ങൾ കൊണ്ട് തന്നെ ചെറിയ ചില പ്രതീക്ഷകൾ തരുന്ന പ്രകടനം നടത്തിയ ഫാലു എൻറ്റായെ നിലനിർത്താനാണ് മാനേജ്മെന്റ് ശ്രമങ്ങൾ ആരംഭിച്ചതായിട്ട് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. സീസൺ അവസാനത്തോടെ ആളുടെ കരാർ പുതുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇതൊരു നല്ല തീരുമാനമായിട്ട് പലരും വിലയിരുത്തുന്നുണ്ട്. എന്തായാലും ഫാലു എൻറ്റായുടെ കരാർ പുതുക്കുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്തേക്കുക. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണാം.